ഇന്ന് അത്തം, ഇനി ഓണനാളുകളാണ്. നമ്മളെപ്പോഴും മനസ്സിൽ വിചാരിക്കേണ്ടത്, ഇന്ന് നമ്മൾ ആലോചിച്ച് തുടങ്ങേണ്ടത് നമ്മളുടെ ആ വയനാട് ദുരന്തത്തിൽ സംഭവിച്ച എല്ലാ അതിൽ മരിച്ചുപോയവരും, അതുപോലെ ജീവിതം തിരിച്ചു പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരും എല്ലാവരും മനസ്സിൽ ഓർത്തുകൊണ്ടായിരിക്കണം. നമ്മൾ ഇനി ഈ ഓണം ആഘോഷിക്കുന്നത് നമ്മളുടെ നല്ലൊരു നാളേക്കായിട്ടാണ്. കാരണം കുറെ ജനങ്ങൾ, ബിസിനസ് ഇതെല്ലാം ഡെവലപ്പായാലാണ് നമുക്ക് ഇനിയും ഇതുപോലെ എന്തെങ്കിലും സംഭവിക്കാതിരിക്കട്ടെ. സംഭവിച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുള്ളൂ. അതിനുവേണ്ടി മാത്രമാണ് നമ്മളുടെ ആഘോഷങ്ങൾ ഇല്ലാതെയാക്കരുത്. ഞാൻ ആദ്യം തന്നെ എൻ്റെ വീട്ടിൽ സാധാരണ എൻ്റെ അച്ഛനാണ് ഓണത്തിന് പൂക്കൾ ഇടുന്നത്. അത് അച്ഛൻ എല്ലാ വർഷവും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അച്ഛൻ രാവിലെ പോയിട്ട് എവിടെന്നെങ്കിലൊക്കെ ഇവിടെ നമ്മുടെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് കുറച്ച് പൂവൊക്കെ പറിച്ചുകൊണ്ട് വന്നിടും. അച്ഛൻ അതിൻ്റെതായ കാരണങ്ങളുണ്ട്. അച്ഛൻ ഇപ്പോഴും അതെല്ലാം റിച്വൽസ് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അച്ഛൻ ഇവിടെ കൃത്യമായിട്ട് എല്ലാ വർഷവും ഓണം, വിഷു എല്ലാം ആഘോഷിക്കും. അതേപോലെ തന്നെ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും, അമ്പലത്തിലാണെങ്കിലും ഇപ്പൊ നിറപുത്തിരി, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കൃത്യമായി ചെയ്തു പോരുന്ന ആളാണ്. അപ്പൊ ഇന്നും എൻ്റെ അച്ഛൻ പൂക്കളും ഒക്കെ ഇട്ടിട്ടുണ്ട്. അതൊന്ന് കണ്ടിട്ട് വന്നോളൂ. ഇന്ന് അത്തമാണ്, ഒന്നാം ഓണം. ഒന്നാം ഓണത്തിന് സാധാരണഗതിയിൽ പറയണത് വെള്ളപ്പൂക്കൾ മാത്രമേ ഇടാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഇന്നിപ്പോൾ പൂക്കളുടെ ദൗർലഭ്യം മൂലം ആൾക്കാരൊക്കെ മേടിച്ചിടുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ ഇത്രയും വർഷങ്ങളായിട്ടും ഇവിടെ പോയി, കാലത്ത് തന്നെ പോയി ഓരോ വീടുകളിൽ പോയി പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് വന്ന് ആണ് ഞാൻ ഇടാറ്. ഇപ്പോൾ കുട്ടികൾക്കൊന്നും അതിന് സമയമില്ലല്ലോ. കുട്ടികൾ കാലത്തെ അവർക്ക് 6 മണിയൊക്കെ 6:30 ആകുമ്പോഴേക്കൊക്കെ സ്കൂളിൽ പോകണം. അപ്പോൾ അവർക്കത് പറ്റില്ല. പൂക്കളൊന്നും കാശ് കൊടുത്ത് ഇതുവരെ മേടിച്ചിട്ടില്ല. പൂക്കളൊക്കെ ഓരോ വീടുകളിൽ പോയി നമ്മൾ നടന്ന് പറിച്ച് കൊണ്ടുവന്നിടുകയാണ് പതിവ്. യെസ്, കണ്ടില്ലേ? അച്ഛൻ അതൊരു ചെറിയൊരു പൂക്കളമാണെങ്കിലും അത് വെള്ളപ്പൂവ്, അത് അച്ഛൻ ആ നിയമങ്ങളെല്ലാം നോക്കിയിട്ട് അച്ഛൻ്റെതായ രീതിയിൽ, അച്ഛനൊരു ഡിസൈനിങ്ങോ അല്ലെങ്കിൽ അതിലൊന്നും താല്പര്യമുള്ള ആളൊന്നുമല്ല. പക്ഷെ അച്ഛൻ്റെതായ കാരണങ്ങളുണ്ട്. അച്ഛൻ ഇടുന്നതിനല്ല നമ്മളൊന്നും പറയാൻ പോയിട്ട് കാര്യമില്ല. അച്ഛൻ്റെതായ രീതിയിൽ അച്ഛൻ അത് ചെയ്യും. അത് അവിടെ ഇരുന്ന് അച്ഛൻ പോയി അവിടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി, ഇന്നിപ്പോൾ മുഴുവൻ എടുത്തുകൊണ്ട് നിങ്ങൾ തുമ്പപ്പൂവാണ്. ഈ തുമ്പപ്പൂ കിട്ടാൻ തന്നെ ഇല്ല. അതും നമ്മൾ താമസിക്കുന്ന സ്ഥലത്തൊന്നും അങ്ങനെ ഒരുപാട് പറമ്പുകളൊന്നുമില്ല. പക്ഷെ എന്നാലും അച്ഛൻ എവിടെയെങ്കിലൊക്കെ നടന്ന് രാവിലെ പോയി പറിച്ചുകൊണ്ട് വരും. ഇന്നിപ്പോൾ ഭദ്രരുദ്രൊന്നുമില്ല. ഭദ്രരുദ്ര രാവിലെ സ്കൂളിൽ പോയി, അതിനുശേഷമാണ് അച്ഛൻ പൂക്കളൊക്കെ ഇട്ടത്. അപ്പോൾ അതെൻ്റെ അച്ഛൻ തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഓർമ്മകളും ഒക്കെ. നമുക്ക് എപ്പോഴും അച്ഛൻ രാവിലെ ഓണത്തിന്റെ തലേ ദിവസം നമ്മൾ അലങ്കാരങ്ങളും എല്ലാം കാണിക്കുന്നുണ്ട്. ഞാൻ ഇനിയുള്ള ദിവസങ്ങളിൽ അതൊക്കെ കാണിക്കാൻ ശ്രമിക്കാം. ഓരോ ദിവസത്തിനും ഓരോരോ രീതികളുണ്ട്. ഈ പൂക്കളം ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് പോകുന്നതുമൊക്കെ ഞാൻ ഇനിയുള്ള ദിവസം പേപ്പർ വായിക്കുന്ന ദിവസങ്ങളിലെല്ലാം അത് കാണിക്കാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ എന്താണെങ്കിലും ഒരു നല്ലൊരു ദിവസം. ഇന്ന് അത്തമാണ്, ഇന്ന് അത്തച്ചമയമാണ് തൃപ്പൂണിത്തുറയിലൊക്കെ. അപ്പോൾ എല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കട്ടെ, എല്ലാം അടിപൊളിയാവട്ടെ. എല്ലാവർക്കും നല്ല ഒരു ഓണം ആശംസിക്കുന്നു. ഗംഭീരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റട്ടെ. ഇന്ന് 6-ാം തീയതിയാണ്, ഇന്ന് വെള്ളിയാഴ്ചയാണ്. നാളെ മിക്കവർക്കും സ്കൂളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഫ്രണ്ട് പേജിലല്ല, 1, 2 എത്ര ജാക്കറ്റാണെന്നറിയാമോ? മാതൃഭൂമിയിലൊക്കെ ഫ്രണ്ട് പേജിൽ ഓക്സിജന്റെ പരസ്യം. ഇന്നലെ മൈജിയുടെ പരസ്യമാണെങ്കിൽ ഇന്ന് ഓക്സിജന്റെ പരസ്യം. അത് കഴിഞ്ഞ് അജ്മൽ ബിസ്മിയുടെ പരസ്യം. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരസ്യമല്ല, കൂടിക്കാഴ്ച ആരോപണങ്ങൾ പ്രതിഷേധ തല്ല് എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിനെത്തിയ യൂത്ത് കോൺഗ്രസ് ഉപാധ്യക്ഷൻ അബിൻ വർക്കി. നമ്മളെപ്പോഴും ടിവിയിലൊക്കെ കാണുന്ന ആളാണ് അബിൻ വർക്കി. ഒരു അത്യാവശ്യം നല്ലൊരാളാണ്. നമ്മൾ ന്യൂസിൽ കാണുമ്പോൾ വെറുതെ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്ന ആളല്ല. അയാൾ വളരെ കൃത്യമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. ഇത് എന്റെ തോന്നലാണ്. അബിൻ വർക്കിക്ക് പോലീസിന്റെ ലാത്തിയടി ഏറ്റപ്പോൾ അദ്ദേഹത്തിന്റെ തലേന്ന് പൊട്ടി വരുന്നതും പോലീസുകാർ അടിയാണ്, ഒരു രക്ഷയില്ല. പ്രതിഷേധം കടുപ്പിച്ച് പ്രതിപക്ഷം.
ഞാനൊരു വീഡിയോ കണ്ടിരുന്നു. അവരുടെ പ്രസിഡന്റ് കോൺഗ്രസിന്റെ അദ്ദേഹം പോലീസിന്റെ ഇടയിലേക്ക് ഇടിച്ച് കയറി ചെന്നിട്ട് ആരുടെ അടിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ സ്ട്രോങ് ആയിട്ട് എല്ലാവരും മുമ്പിലേക്ക് വരണം. വന്ന് ഈ ഇത്രയും ഒരു കാര്യം ഉണ്ടായിട്ട് ഞാൻ ഒരു കേസ് പറയട്ടെ. ഇതിപ്പോ കോൺഗ്രസ് ആണ് ഭരിക്കണമെങ്കിൽ ഒരു 10 പ്രാവശ്യമെങ്കിലും ഇവര് രാജിവെച്ച് പോകേണ്ട സമയം കഴിഞ്ഞു. ഇത് CPM-കാരായതുകൊണ്ടും ഇപ്പുറത്ത് പ്രതിപക്ഷം കോൺഗ്രസ്സുകാരായതുകൊണ്ടും ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ല. അപ്പോ വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്കറിയാം അൻവറിന്റെ പ്രശ്നങ്ങൾ. അൻവർ വളരെ സ്ട്രോങ് ആയിട്ട് തിരിച്ചു വരുന്നു, അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, ചിരക്ക് അന്യനാവുന്നു, ഇടയ്ക്ക് അമ്പിയാവുന്നു, അങ്ങനത്തെ സിറ്റുവേഷൻസും കാര്യങ്ങളും. ആ ന്യൂസ് ഞാൻ വീണ്ടും വായിക്കുന്നില്ല. SP സുജിത് ദാസിന് സസ്പെൻഷൻ നൽകിയിട്ടുണ്ട്. PV അൻവർ MLA-യുടെ ആരോപണങ്ങളെ തുടർന്ന് SP സുജിത് ദാസിന് സസ്പെൻഷൻ. എന്താണെങ്കിലും അത് നടക്കട്ടെ. കസവണിഞ്ഞ കാലം ഓർമ്മയുടെ പൂക്കളങ്ങൾ എന്നും പറഞ്ഞിട്ട് KP അച്യുതൻ, അതേപോലെ തന്നെ സുഭദ്ര തമ്പുരാൻ, രമേശൻ തമ്പുരാൻ, ആർച്ച വർമ്മ, ഇവരൊക്കെ അവരുടെ ആ ഓണക്കാലത്തെ കുറിച്ചൊക്കെ ഉള്ള പറയുന്ന കുറെ കാര്യങ്ങൾ. ഇതിൽ ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഓണം നമുക്കറിയാലോ. ഓണം എന്ന് പറയുമ്പോൾ ഒരു ഉത്സവകാലമാണ്. നമ്മൾ നെല്ലും അത് കൊയ്തതിന് ശേഷമുള്ള എല്ലാ കാര്യങ്ങളുമാണ് നമ്മളുടെ ഈ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ശരിക്കും ഓണക്കാലം വരുന്നത്. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര ഓർമ്മകളാണ്. എനിക്ക് എപ്പോഴും നല്ല ഓർമ്മകളാണ്. എൻ്റെ അച്ഛൻ, ഞാനിപ്പോൾ ഈ പറയുന്നതിൻ്റെ ഇടയിലേ അച്ഛൻ എപ്പോഴും പറയും, അച്ഛൻ ഈ പൂക്കൾ ഇടുന്നത് ഒരിക്കലും ഒഴിവാക്കില്ല. അതിനിപ്പോൾ വളരെ അടുത്തൊരാൾ മരിച്ചാൽ പോലും അച്ഛൻ എങ്ങനെയെങ്കിലും പൂക്കളിടും. സദ്യ ചിലപ്പോൾ ഒന്നും ഇത് ചെയ്യില്ല. അതിലും താല്പര്യമൊന്നുമില്ല. അച്ഛൻ പറഞ്ഞാൽ മരിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തിട്ട് കാര്യമില്ല. മരിക്കുന്നതിന് മുമ്പ് നമ്മൾ അവരെ നന്നായിട്ട് നോക്കുക, അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക എന്നല്ലാതെ വേറെ ഒരു കാര്യമില്ല. അതിന് അച്ഛൻ പറയുന്ന ഒരു റീസൺ കൂടിയുണ്ട്. അച്ഛൻ പറയണത് എന്താ പറഞ്ഞാൽ ഇതൊരു മടിയുടെ ഭാഗമാണ്. നമുക്കൊരു മടിയാണ്. നമ്മൾ ഇനിയിപ്പോൾ ആ പൂവിടണം. അപ്പൊ നമുക്ക് റീസൺ കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ച് പറയാലോ. ഇപ്പൊ നമ്മളൊരു അമ്പലത്തിൽ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നില്ല, നമ്മൾ അതിനൊരു റീസൺ കണ്ടെത്തും. അതൊരു മടിയുടെ ഭാഗമാണ്. അല്ലാതെ ഇപ്പോൾ നമ്മളുടെ ഇത് അച്ഛൻ പറയുന്ന എനിക്കും അത് കുറെ കറക്റ്റാണ്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നന്നായിട്ട് നോക്കാതെ മരിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അവരിത് അറിയാനോ കാണാനോ പോകുന്നില്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ജീവിച്ചിരിക്കുമ്പോൾ സന്തോഷവും സമാധാനവും ഒക്കെ കൊടുക്കുക. അത് നിങ്ങളുടെ അച്ഛനും അമ്മയും. എനിക്ക് അറിയുന്ന ഒരു ഫാമിലി, ഞാൻ ഇതിന്റെ ഇടയിൽ നിന്നും മാറിപ്പോവാണ്. എനിക്ക് അറിയുന്ന ഒരു ഫാമിലി ഉണ്ട്. ഞാനിപ്പോഴും ആ അമ്മയ്ക്ക് ഏകദേശം 90 വയസ്സായി. ആ അമ്മയെ അവരിപ്പോഴും നോക്കുന്നത് കണ്ട ആ അച്ഛനും അമ്മയ്ക്കും എന്ന് പറഞ്ഞാൽ അവരുടെ മകൾക്കും മകളുടെ ഭർത്താവിനും നല്ലൊരു പ്രായമായി. എന്നിട്ടും അവർ ആ അമ്മേനെ നോക്കുന്നത് കുഞ്ഞിനെ പോലെയാണ്. അതൊക്കെ അത് കണ്ട് വളരുന്ന മക്കളൊക്കെ വലിയ കല്യാണം കഴിച്ച പിള്ളേരായി. എന്നാൽ പോലും അവർ നോക്കുമ്പോൾ ഈ അച്ഛനും ഈ മകളും മകളുടെ ഭർത്താവും അതേപോലെ തന്നെ ഈ അമ്മൂമ്മയാണ് ആ ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നത്. അവര് ആ കുഞ്ഞിനെ ഒരു കുഞ്ഞിനെ പോലെയാണ് നോക്കുന്നത്. ആ അമ്മയെ ഒരു കുഞ്ഞിനെ പോലെയാണ് നോക്കുന്നത്. കാരണം 90 വയസ്സായി അമ്മയ്ക്ക്. ആ അമ്മയും ഒരു വളരെ നല്ല ഒരു തങ്കക്കുടം പോലത്തെ ഒരു അമ്മയാണ് കേട്ടോ. പുള്ളിക്കാരി നമ്മൾ എന്ത് പറഞ്ഞാലും കേൾക്കും. എൻ്റെ അടുത്തൊരു കസിനാ. അപ്പോ എൻ്റെ റിലേറ്റീവാണ്. അപ്പോ അങ്ങനെ ഒരു സ്നേഹമുള്ള ഒരു അമ്മൂമ്മയും അവര് നോക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് കൊതിയാവും. ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ എറണാകുളത്ത് താമസിച്ചുകൊണ്ടിരുന്നത്, ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് പോലും, ഞാൻ പെരുമ്പാവൂർക്ക് വന്നത് പോലും എനിക്ക് ഫ്ലാറ്റിൽ താമസിക്കാനാ താല്പര്യം. പക്ഷെ എന്നാൽ പോലും ഞാൻ എടുത്തൊരു തീരുമാനം, നമ്മൾ എത്ര നാൾ എല്ലാവരും ജീവിക്കും നമുക്ക് ആർക്കും അറിയില്ല. അപ്പൊ നമ്മളുള്ള സമയം നമ്മളുടെ അച്ഛനമ്മയുടെയും കൂടെ ആ ഒരു സന്തോഷത്തിലും, നമ്മൾ ഓണത്തിന് ചിലപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോകാറില്ല. പക്ഷെ അതൊക്കെ ഒരു എന്താ പറയുക, നമുക്കൊരു സമയം കണ്ടെത്തി ആ ഒരു ടൈമിനുള്ളിൽ അവിടെ പോവുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അത് അവർക്ക് കിട്ടുന്ന ഒരു റിലാക്സേഷൻ. ചിലപ്പോൾ അവരുടെ എക്സ്പ്രഷനിലൊന്നും അത് ഉണ്ടാവില്ല, പക്ഷെ അതൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ടാവും. പല വീടുകളിലും ഇപ്പോൾ എല്ലാവരും ജോലിയൊക്കെ ആയിട്ട് പുറത്താണ്. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, ഞാൻ ഇത് പറഞ്ഞു പോകുന്നതിന്റെ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. പല വീടുകളിലും അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടാവുള്ളൂ. മക്കളൊക്കെ ദുബായിലും അമേരിക്കയിലും അവിടെ ഇവിടെയൊക്കെ ആയിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ ജീവിതം നമുക്ക് വേണ്ടിയായിരുന്നു ഒഴിഞ്ഞു വെച്ചത്, നമ്മളുടെ കൂടെയായിരുന്നു. പക്ഷെ അവരുടെ അവസാന കാലഘട്ടത്തിൽ നമ്മൾ അവരുടെ കൂടെയില്ല. കാരണം നമുക്ക് ജീവിക്കണം, നമ്മളുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോകണം, നമുക്കത് വേറെ ഓപ്ഷൻ ഇല്ല. എന്നാൽ പോലും അവർക്ക് കൊടുക്കാൻ പറ്റുന്ന നിമിഷങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് അവരുടെ നല്ല നിമിഷങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഈ ഓണവുമായി ബന്ധപ്പെട്ടിട്ട്, അല്ലെങ്കിൽ എന്താ പറയുമ്പോൾ ഞാനൊരു കുറച്ച് നാൾ ഒരു പ്രവാസിയായിരുന്ന ആളാണ്. പ്രവാസി എന്നൊന്നും പറയാൻ പറ്റില്ല, വളരെ കുറച്ച് നാൾ ദുബായിലായിരുന്നു. ഈ ദുബായിലിരുന്ന സമയത്ത് നമുക്ക് TV-യിൽ ഓണത്തിന്റെ വീഡിയോ വന്നു തുടങ്ങും. അപ്പോഴേ നമ്മുടെ നെഞ്ചിൽ കത്താൻ തുടങ്ങും. എൻ്റെ അമ്മയെ, ഞാനുണ്ടല്ലോ, എനിക്ക് നമ്മളവിടെ ജോലിയുണ്ട്, നമ്മൾ നല്ല ജീവിതമായിരുന്നു, എനിക്ക് അടിപൊളിയായിരുന്നു. പക്ഷെ എന്നാൽ പോലും നമുക്ക് ഈ വീഡിയോസും കാണുമ്പോൾ അത് തകർന്നു പോകും.
ഇപ്പൊ എന്റെ ഫ്രണ്ട് വിപിൻ, അവൻ UK-ലാണ്. അവൻ ഈ പറഞ്ഞ പോലെ ഒടുക്കത്തെ നൊസ്റ്റാൾജിയ ഉള്ളവനും ഒടുക്കത്തെ ഈ ഫ്രണ്ട്സും അങ്ങനെയുള്ള കേരളം, അവന്റെ നന്മ, ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ അവന് ഭയങ്കര ഫീലിങ്സ് ആണ്. അപ്പോൾ അവൻ എപ്പോഴും അവന് ഓണമെന്നൊന്നും വേണ്ട കേട്ടോ, അവന് കേരളത്തിൽ എന്തെങ്കിലും ഒരു വീഡിയോയോ ഒരു ന്യൂസോ വന്നാൽ അവന് സങ്കടം തുടങ്ങും. സോ അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ അച്ഛനും അമ്മേനെയും നിങ്ങൾ മാക്സിമം ഇത് ചെയ്യണം. അവര് മരിച്ചതിന് ശേഷം നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ട് ഒരു കാര്യമില്ല. നമുക്ക് അന്ന് നഷ്ടബോധം തോന്നും, ഉറപ്പാണ്. ഒരു സംശയം കൂടാണ്ട് ഞാൻ പറയും. ഞാൻ എപ്പോഴും പറയും, നമുക്ക് നമ്മുടെ അച്ഛനവനും, ഇപ്പൊ ഞാൻ റീഗോഡാണെങ്കിലും അല്ലെങ്കിൽ എന്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ, നമുക്ക് അവരെ മാറ്റാൻ പറ്റില്ല. അവരുടെ ക്യാരക്ടറിനെയോ അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ അങ്ങനെ ജീവിച്ചു വന്നു. നമുക്ക് അതുമായി എന്താ ചേർന്ന് പോവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. നിങ്ങളുടെ അച്ഛനമ്മമാരെയും ഒക്കെ നിങ്ങൾ ഈ കിട്ടുന്ന സമയമൊക്കെ അവരെ സന്തോഷിപ്പിക്കുക. കാരണം അവർ ജീവിച്ചു മുഴുവൻ നമുക്ക് വേണ്ടി. ഞാൻ ഇന്നലെ ഒരാളോട് സംസാരിച്ചപ്പോൾ, വേറെ കാര്യങ്ങളിലേക്ക് പോകണം, സോറി, സംസാരിച്ചപ്പോൾ ഞാൻ പറയുന്നുണ്ടായിരുന്നു, ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണ് നമ്മൾ എൻജോയ് ചെയ്യണം, നമ്മൾ ജീവിക്കണം. നമുക്ക് കാരണം നമ്മളെപ്പോഴും പിള്ളേർക്ക് വേണ്ടി അത് മാറ്റി വെക്കണ്ട. കാരണം നമ്മൾ പിള്ളേർക്ക് വേണ്ടി സ്വത്ത് ഉണ്ടാക്കണ്ട. നമ്മളെല്ലാം നമ്മൾ അനുഭവിക്കുക, അല്ലെങ്കിൽ നാളെ നമുക്ക് റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ഒരു സംഭവം ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എൻജോയ് ചെയ്യുന്നു. നമ്മൾ കൊറോണയ്ക്ക് ശേഷം ടൂറ് പോകുന്നു. കാരണം നമ്മളിനി എന്നാ തട്ടിപ്പോണം, അല്ലെങ്കിൽ എന്നാണ് അസുഖം വന്നത്, നമുക്ക് ഒരു ഐഡിയ ഇല്ല. സോ അതൊരു പേടിയായതിനു ശേഷം കേരളത്തിലൊക്കെ, പണ്ട് കേരളത്തിലൊന്നും അങ്ങനെ ഒരു ടൂർ പോക്ക് വളരെ കുറവായിരുന്നു. അത് കുറച്ച് പേരുണ്ടായിരുന്നു. ഇന്ന് അത് കൂടി. ഒരു ശനി ഞായറും ഒരു അവധി കിട്ടിയാൽ എന്നാൽ എവിടെയെങ്കിലും ടൂർ പോയാലോ, ചെറുതായിട്ടാണെങ്കിലും പോയിട്ട് വരാൻ തുടങ്ങി. അപ്പൊ അങ്ങനെയുള്ള ഒരു ജീവിതവും ഇപ്പൊ നമ്മൾ അതിലേക്ക് എത്തി. അതിനു മുമ്പുള്ള കാലഘട്ടത്തിൽ ഈ അച്ഛനും അമ്മയും ജീവിച്ചത് നമുക്ക് വേണ്ടിയാണ്. അവര് ചിലപ്പോൾ അവരുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. അയ്യോ അത് മക്കൾക്ക്, അത് നമുക്ക് അവരെയും കൊണ്ട് പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ വേണ്ട പോണ്ട, ഈ വക കാര്യങ്ങളിൽ ഇങ്ങനെ സ്റ്റക്കപ്പായിട്ട് നിന്നു പോയിട്ടുണ്ടാവും. അന്ന് അവർക്കെല്ലാം ഉണ്ടാക്കുക, ജീവിക്കുക മക്കൾക്ക് വേണ്ടി എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരുന്നു. ഇന്ന് നമ്മൾ അതെല്ലാം മാറിയിട്ട് നമുക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു വന്നത് ഈ ഓണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ് അങ്ങനെ പോയതാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ അച്ഛന്റെ അമ്മയുടെയും കൂടെ ഓണം ആഘോഷിക്കാൻ അത് എങ്ങനെ വേണമെങ്കിലും പ്ലാൻ ചെയ്യും. ഇപ്പൊ നമ്മൾ ചിലപ്പോൾ ഓണം ഫസ്റ്റ് ഒന്നാം ഓണം അവരുടെ മീൻസ് തിരുവോണത്തിന്റെ അന്ന് അവരുടെ വീട്ടിൽ നിന്ന് ഓണവും സദ്യയൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വൈഫിന്റെ വീട്ടിലേക്ക് പോകുന്നു. അവരുടെ കൂടെ പിറ്റേ ദിവസം ഓണമൊക്കെ ആഘോഷിച്ച് അങ്ങനെ എങ്ങനെ വേണമെങ്കിലും പ്ലാൻ ചെയ്യാം. അവരുടെ വീട്ടിലുണ്ട്, നമ്മുടെ വീട്ടിലുണ്ട്. സോ അത് അങ്ങനെ തന്നെ പ്ലാൻ ചെയ്തോണം. ഞാൻ പ്രോപ്പറായിട്ട് അങ്ങനെ ചെയ്യാൻ ശ്രമിക്കാം. ചിലപ്പോൾ ജോലിയുടെ തിരക്ക് കാരണം എന്തെങ്കിലും കാരണവശാൽ ഇട്ടാലും അതെങ്ങനെയെങ്കിലും 1-2 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്യാപ്പൊക്കെ ഇട്ടിട്ട് എങ്ങനെയെങ്കിലും നമ്മളത് മാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ഓണം എന്നും നമുക്ക് ഭയങ്കര ഓർമ്മകളാണ്, നൊസ്റ്റാൾജിയാണ്. നമ്മുടെ എന്റെ അച്ഛൻ പറഞ്ഞു വന്ന ഒരു കാര്യത്തിൽ നിന്ന് പറഞ്ഞ് അങ്ങനെ പോയതാണ്. ഞാൻ ഈ ഓണം എന്റെ അച്ഛൻ പൂക്കളം എന്താണെങ്കിലും ഇടും. ആര് എപ്പം മരിച്ചാലും അച്ഛൻ പറയുന്നത് നമ്മൾ ഇടണം. അല്ലാണ്ട് നമ്മൾ മടി വിചാരിച്ചിട്ട് കാര്യമില്ല. ഒരു മടിയുടെ കാരണം കൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും മാറ്റിവെക്കുന്നത്. അത് ഉണ്ടാവരുത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇന്ന് പറഞ്ഞു വന്നപ്പോൾ ഇന്ന് കൂടുതലും പ്രതിഷേധങ്ങളും ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് നടക്കുന്ന പ്രതിഷേധങ്ങളുണ്ട്. ഇന്ന് അത്തം ഘോഷയാത്രയാണ്. ഇന്ന് അവധിയാണ്. തൃപ്പൂണിത്തുറ അത്താഘോഷത്തിന്റെ ഭാഗമായി തൃപ്പൂണിത്തുറ നഗരസഭാ പരിധിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഉൾപ്പെടെയുള്ള എല്ലാ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വെള്ളിയാഴ്ച ജില്ലാ കളക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. കാരണം അവിടെ മുഴുവൻ വൈകുന്നേരമായി തുടങ്ങും. രസമാവട്ടെ, അടിപൊളിയാവാൻ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ടിവിയിലേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് അതിനെ കുറിച്ചൊന്നും പറയില്ല. പിന്നെ ഓണം ഇങ്ങനെ എത്തി, വസ്ത്രവിപണിയിലൊക്കെ നവോന്മേഷം, അടിപൊളി. അങ്ങനെ ഓണം ഗംഭീരമാവട്ടെ. നമ്മൾ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ മഞ്ഞു ധ്രുവത്തിൽ ഹിമാദ്രിയുണ്ട് 3 മലയാളികൾ എന്ന് വന്ന്. ആർട്ടിക് ധ്രുവത്തിൽ ഹിമാദ്രി സ്റ്റേഷനിലെ ഇന്ത്യൻ ഗവേഷക സംഘങ്ങൾ ഇടത്തുനിന്ന് 4ാമത് മുതൽ 6ാമത് വരെയുള്ളവരുടെ പേര്, കാര്യങ്ങൾ, ഡീറ്റെയിൽസ് ആണ് കൊടുത്തത്. അൻവറിന്റെ വെളിപ്പെടുത്തലിൽ അന്വേഷണം, ഹർജി ഹൈക്കോടതി തള്ളി. PV അൻവർ MLA ADGP MR അജിത് കുമാറിനെതിരെ നടത്തിയ വെളിപ്പെടുത്തലിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന് ഹർജി തള്ളി. ഹർജി അപക്ഷ്യമാണെന്ന് വിലയിരുത്തിയാണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് A മുഹമ്മദ് മുഷ്താഖും ജസ്റ്റിസ് S മനുവും അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ഹർജി തള്ളിയത്. തൃശൂർ സ്വദേശി ജോർജ് വട്ടുകുളമായിരുന്നു ഹർജിക്കാരൻ. അപ്പോൾ അത് തള്ളിയിട്ടുണ്ട്. കുർബാന തർക്ക കേസുകൾ പിൻവലിക്കാൻ ശ്രമം, വഴങ്ങാതെ മറുപക്ഷം. കുർബാന തർക്കത്തിൽ പേരിൽ എറണാകുളം അങ്കമാലി രൂപതയിൽ വിവിധ പള്ളികളിൽ സഭാ അനുകൂല വിശ്വാസികൾ നൽകിയിരുന്ന കേസുകൾ പിൻവലിക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് പറയുന്നു. തെലങ്കാനയിൽ ഏറ്റുമുട്ടൽ, 6 മാവോവാദികളെ കൊല്ലപ്പെട്ടു. അത് ഇന്നലെയും അതൊക്കെ ന്യൂസിലുണ്ടായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ച് അക്രമാസക്തമായി തുടർന്ന് സ്ഥലത്തെത്തിയ KPCC പ്രസിഡന്റ് K സുധാകരൻ MP പോലീസിനോട് ക്ഷുഭിതനാകുന്നു. കാരണം അമ്മാതിരി അടിയാണ്. ആട്ടിക്ക് ഒരു ഇതുമില്ല, ആട്ടിട്ട് പൊളിച്ചളയും.
പക്ഷെ അതേസമയം മറ്റവന്മാരുടെ ടീമായിരുന്നെങ്കിൽ തീർന്നു തന്നെ കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പി വി അൻവറിന്റെ കലാപം പോലീസ് അന്വേഷണം തുടങ്ങിയെടുത്ത് തന്നെ അത് അവിടെ തന്നെ നിൽക്കുക. അതൊക്കെ അങ്ങനെയൊക്കെ തന്നെ അതിനുള്ള ധൈര്യം ഒന്നും ഇല്ലെന്നേ. ഇതിനെ എതിർക്കാനൊന്നും ആർക്കും പറ്റില്ല. അതേപോലെ തന്നെ ഇന്നലെ ഞാൻ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് പറയാൻ വിട്ടുപോയി. അത് എന്റെ മിസ്റ്റേക്കാണ്. ഈ ചിലത് സമയമില്ലാണ്ട് വരുമ്പോൾ സ്പീഡ് ആകുമ്പോൾ ഉള്ള പ്രശ്നമാണ്. ഒരിക്കലും മറക്കാൻ പാടില്ല. ഇന്നലെ ടീച്ചേഴ്സ് ഡേ ആയിരുന്നു. ഇന്നലെ നമ്മുടെ ഗുരു ഞാൻ പഠിക്കാൻ വളരെ മോശമായിരുന്നു. ഒരു സംശയം കൂടാണ്ട് പറയാം, ഞാൻ തോക്കുമായിരുന്നു. മീൻസ് ഈ പരീക്ഷകൾക്കൊക്കെ തോക്കും. ഞാൻ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ തോക്കുന്ന പിള്ളേരൊന്നും വളരെ റയറാന്ന് എനിക്ക് തോന്നുന്നു. മാർക്ക് കുറയുക എന്നുള്ളതുള്ളൂ. പക്ഷെ അന്നൊക്കെ ഞാൻ തോക്കും. ചിലപ്പോൾ 0, 1, 2 ഇതൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന ആളാണ്. അത് പക്ഷെ എന്നാലും എന്റെ ടീച്ചേഴ്സിന് എന്നോട് സ്നേഹമായിരുന്നു. കാരണം ഞാൻ അവരോട് സംസാരിക്കുന്നതൊക്കെ അങ്ങനെയായിരുന്നു. അല്ലാണ്ട് ഞാൻ അങ്ങനെ ഒരു മോശം കുട്ടിയല്ല, പഠിക്കില്ല, അത് മാത്രമാണ് എന്നെ കൊണ്ട്. അപ്പൊ അച്ഛനമ്മമാര് വരും, ഇപ്പൊ ഈ പ്രോഗ്രസ് കാർഡ് ഒപ്പിടാനോ ഒക്കെ ആയിട്ട് വരുന്ന സമയത്ത് ടീച്ചേഴ്സ് പറയും അവനെ കൊണ്ട് ഒരു ശല്യമില്ല, പക്ഷെ പഠിക്കില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പൊ എന്റെ ടീച്ചേഴ്സിനെയൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം ഞാൻ മനസ്സിലോർത്തെങ്കിൽ ഞാൻ അത് നിങ്ങളോട് പറയാൻ പറ്റില്ല. എന്റെ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. ഞാൻ രസകരമായിട്ടുള്ള ഒറ്റ കാര്യം പറയാം. എന്റെ വിജയലക്ഷ്മി ടീച്ചർ, ഞാൻ 10ാം ക്ലാസ് ജയിക്കാനുള്ള ഒരു റീസൺ വിജയലക്ഷ്മി ടീച്ചറാണ്. ഈ വിജയലക്ഷ്മി ടീച്ചർ, എന്റെ അച്ഛൻ ഭയങ്കര പ്രാർത്ഥനയും ഇതൊക്കെ കാരണമാണ് ഞാൻ ജയിച്ചത്. ഞാൻ 10ാം ക്ലാസ്സിൽ എനിക്ക് ഒരു മടിയില്ല പറയാം, 231 മാർക്ക് കിട്ടി ഞാൻ ജയിച്ച ഒരാളാണ്. അപ്പോ ഈ വിജയലക്ഷ്മി ടീച്ചർ അന്ന് 210 മാർക്ക് കിട്ടണം ജയിക്കാൻ. 210 മോഡറേഷൻ അടക്കം. അപ്പൊ എനിക്ക് മോഡറേഷൻ കിട്ടാനാണ് ഞാൻ ജയിച്ചത്, അത് വേറെ കാര്യം. 231. അപ്പോ വിജയലക്ഷ്മി ടീച്ചർ അടുത്ത് തന്നെ ട്യൂഷൻ ഉണ്ടാക്കി. ടീച്ചർ ഇങ്ങനെ പഠിപ്പിക്കും. ടീച്ചറുടെ വീട്ടിലാണ്. അപ്പൊ ടീച്ചർ ഭയങ്കര പാവാണ്. ഞാൻ പറയാം, വിജയലക്ഷ്മി ടീച്ചറെ ഞാൻ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ഞാൻ വേണ്ടി പറയട്ടെ. നമ്മളുടെ ദേവാസുരത്തിലെ ഭാനുമതിയിലെ അതുപോലെ പൊട്ടൊക്കെ തൊട്ടിട്ട് അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ. അപ്പോ ടീച്ചർ ഭയങ്കര സുന്ദരിയാണ്, പാവമാണ്. എന്നെ ഇങ്ങനെ പഠിപ്പിക്കും. കുറച്ച് ഏജ് ഉള്ള ആളാണ്. എന്നെ പഠിപ്പിച്ച് അങ്ങനെ എനിക്ക് 230 കിട്ടി. ആ പരീക്ഷ ജയിച്ചപ്പോൾ എന്റെ അച്ഛൻ എന്തായിരുന്നു, സാരിയാണ് മേടിച്ചു കൊടുത്തത്. അന്നത്തെ കാലത്ത് സാരിയാണ് മേടിച്ചു കൊടുത്തത്. കാരണം അത്രയ്ക്ക് സന്തോഷമായിരുന്നു. ജയിച്ചല്ലോ, പേടിയായിരുന്നു ഞാൻ ജയിക്കുമല്ലോ എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള എന്റെ മനസ്സിൽ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. എനിക്ക് എന്റെ എല്ലാവരും ഞാൻ ആലോചിക്കുകയാണ്. എന്റെ ഈ നഴ്സറി മുതൽ ഓരോ സ്കൂളിലും പഠിച്ചപ്പോൾ ഞാനിവിടെ എന്റെ സ്കൂൾ 4ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചത് ഇവിടുത്തെ ഗവൺമെന്റ് ഗേൾസ് പ്രൈമറി സ്കൂളിലാണ്. ഗേൾസ് എന്ന് പേരേ ഉള്ളൂ, അവിടെ മിക്സ്ഡ് ആയിരുന്നു. അതേപോലെ തന്നെ ഞാൻ ഒക്കലാണ് പഠിച്ചത്, ഒക്കൽ ശ്രീനാരായണ ഹൈസ്കൂൾ ഒക്കൽ. അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് നല്ല ടീച്ചേഴ്സിന്റെ ഒക്കെ പ്രാർത്ഥന. അത് കഴിഞ്ഞ് ഞാൻ മറൈൻ ടെക്നോളജി പഠിച്ചു. മറൈൻ ടെക്നോളജി കഴിഞ്ഞ് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിച്ച SSV ശ്രീശങ്കര വിദ്യാപീഠം. SSVയിൽ ഇതുപോലെ എനിക്ക് എന്നോട് സ്നേഹമുള്ള സെബാസ്റ്റ്യൻ സാറ്. ഞാൻ ഈ സെബാസ്റ്റ്യൻ സാറിനൊക്കെ ഓർക്കണം. എന്റെ അക്കൗണ്ടൻസിക്ക് എനിക്ക് നല്ല മാർക്കായിരുന്നു. അക്കൗണ്ടൻസിക്ക് ഞാൻ ട്യൂഷൻ വരുന്നത് സെബാസ്റ്റ്യൻ സാറിന്റെ വീട്ടിലാണ്. അതും ഇതുപോലെ ഞാൻ ഒറ്റയ്ക്ക് കേട്ടോ. ഇവിടുന്ന് ബസ് കയറി ഞാൻ അവിടെ പോകുമ്പോൾ പുള്ളിയുടെ വീട്ടില് മറ്റേ നമ്മുടെ മറ്റൂരിൽ നിന്ന് അകത്തേക്ക് പോകണം. അപ്പൊ അവിടെ നിന്ന് ഒരു ബസ്സൊക്കെ ഉള്ളു. ആ ഒന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ടൈമിംഗ് ആണല്ലോ. അങ്ങനെ പോയിട്ട് ഞാൻ പുള്ളിയുടെ വീട്ടിൽ പോയി പഠിക്കും. എന്നിട്ട് പുള്ളിയുടെ ഭയങ്കര പറമ്പ്. സെബാസ്റ്റ്യൻ സാർ അടിപൊളി ക്യാരക്ടറാണ്. പുള്ളിയുടെ വീടിന്റെ ബാക്കിൽ ഒരുപാട് സ്ഥലം. പുള്ളി ഒരു കൃഷിക്കാരനും ഒരു സാധാരണ നാട്ടിൻപുറത്തുകാരനും, പക്ഷെ അക്കൗണ്ടൻസിൽ പുലി. അങ്ങനെ ഞാൻ പുള്ളിയുടെ അടുത്ത് പോയി പഠിക്കാൻ പോകുമ്പോൾ പുള്ളിയുടെ കൂടെ ആ പറമ്പിലൊക്കെ നടന്ന് അവിടെ ഇരുന്ന് പഠിച്ച് അങ്ങനെയാണ് എനിക്ക് നല്ല മാർക്കായിരുന്നു. അക്കൗണ്ടിങ് സാറിന്റെ വീട്ടിലുള്ള ഊണൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് ഞാൻ ഞായറാഴ്ചയൊക്കെയാണ് പോകുന്നത്. നല്ല രസകരമായിട്ടുള്ള ഒരു നിമിഷങ്ങളായിരുന്നു. എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. അതിനുശേഷം ഞാൻ ഇടയ്ക്ക് കാണാറുണ്ടായിരുന്നു. അടിപൊളിയാണ്. അതൊക്കെ എൻ്റെ മനസ്സിൽ ഒരിക്കലും മായാത്ത സാറന്മാരാണ്. അതേപോലെ തന്നെ നമ്മള് പല പ്രശ്നങ്ങളിൽ പെട്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു ഞാൻ സ്കൂളിൽ സാറന്മാരെയൊക്കെ. അതുകൊണ്ടുള്ള ബഹുമാനവും പരിപാടികളും. നമുക്ക് തോമസ് മാഷ് എന്ന് പറഞ്ഞാൽ കെമിസ്ട്രിയുടെയാണ്. കെമിസ്ട്രി ഒന്നും നമുക്ക് ഒരു ഐഡിയ ഇല്ല, എനിക്ക് ഇപ്പോഴും ഇല്ല. തോമസ് മാഷ് എന്ന് പറഞ്ഞാൽ അടിയാണ്. അടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനു മുമ്പൊക്കെ ഞങ്ങള് മറ്റേ പുള്ളിയുടെ പീരീഡിന് മുമ്പ് തന്നെ നമ്മൾ എവിടെങ്കിലും മതലൊക്കെ ഉണ്ടെങ്കിൽ കൈ എങ്ങനെയെങ്കിലും ഒന്ന് മരവിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും വഴിയുണ്ട്. അപ്പൊ അന്നത്തെ പിള്ളേരുടെ ചിന്തകളാണല്ലോ. അപ്പൊ നമ്മൾ ചിലവര് നിങ്ങൾ ആ മറ്റേ ഇതുമിട്ട് ഉരയ്ക്ക് എന്നൊക്കെ പറയും, ഏത് മതൽമേ ഒന്നും നടക്കുന്നില്ല. പക്ഷെ അടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അടിക്കുക. പക്ഷെ തോമസ് മാഷ് പുള്ളിയുടെ ചെവിയിലൊക്കെ ഇങ്ങനെ, ഇപ്പൊ നമുക്ക് പറയുമ്പോ ഞാൻ ഒരാളെ പറയുകയാണെങ്കിൽ നമ്മുടെ ചാക്കോ മാഷ് അതുപോലെയൊക്കെ ഇരിക്കും. ചെവിയിൽ മുടിയൊക്കെ ഉണ്ട്. പുള്ളി വരുന്നത് അന്നൊരു രാജദൂതിലാണ്. അതൊക്കെ എനിക്ക് ഇപ്പോൾ ഓർമ്മ. രാജദൂതാണ് പുള്ളി വരുന്നത്. പുള്ളി ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ആളാണ്, വളരെ ഇതായിരുന്നു. പക്ഷെ എന്റെ അമ്മേ പേടിച്ച് നിലവിളിക്കുന്ന ആളാണ്. ഒരു രക്ഷയില്ല, എല്ലാവർക്കും പേടിയായിരുന്നു.
അതൊക്കെ എൻ്റെ ഒരു ഓർമ്മകളാണ്. സുമ ടീച്ചർ, ഒരുപാട് പേര്, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ നിന്നും മായില്ല. പിന്നെ അതേപോലെ തന്നെ എന്നെ ഇന്ദിരാമ ടീച്ചർ, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആദ്യമായിട്ടൊരു നാടകത്തിൽ അഭിനയിക്കാനായിട്ട് പോയത് ഇന്ദിരാമ ടീച്ചറാണ്. അന്ന് ടീച്ചറാണ് നാടകമൊക്കെ സെറ്റ് ചെയ്യുന്നത്, 4ാം ക്ലാസ്സിലത്തെ കാര്യമാണ്. അപ്പോ എന്നെ ആദ്യം ഒരു ഇന്റർവ്യൂവിന് വിളിച്ചു. അല്ല, ഇന്റർവ്യൂവിന് ഒരു ഓഡിഷൻ പോലെ എന്തോ ഒരു പരിപാടി. അങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ അതിന് പോയിട്ട് എന്നെ എടുത്തില്ല. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഹെഡ് മാസ്റ്റർ എന്നോട് പറഞ്ഞു, ഒന്ന് ഇന്ദിര ടീച്ചറെ ഒന്ന് വിളിച്ചോണ്ട് മോനെ എന്ന് പറയുമ്പോഴത്തേനും ഒന്ന് വിളിച്ചോണ്ട് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഓടി ചെന്നിട്ട് ഞാൻ ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ ഇങ്ങനെ അടച്ചോണ്ട് പറഞ്ഞു, ടീച്ചറെ ഈ നമ്മുടെ സാറ് വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും ഇന്ദിര ടീച്ചർ അങ്ങനെ ഈ ഡയലോഗ് എന്ന് പറഞ്ഞേ, അത് ഇതുവരെ ആ ഒരു ക്യാരക്ടറിന്, ഇപ്പൊ എന്നെ നോക്കി ക്യാരക്ടറിന് ഇതുവരെ ആളായിട്ടില്ല, ഒന്ന് പറഞ്ഞേ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ, അപ്പ കാളെ കുട്ടൻ കയറ് പൊട്ടിച്ചേ, ഇതാണ് കഥ, ഇതാണ് ഡയലോഗ്, ഇത്രയേ ഉള്ളൂ. ഒരാൾ ഓടി വന്ന ഒരു നാടകത്തിന്റെ, എന്റെ ജീവിതത്തിൽ ആദ്യത്തെ നാടകം. അങ്ങനെ എനിക്ക് ഇന്ദിരാമ ടീച്ചർ, ഞാൻ എന്നിട്ട് ഓടി വന്ന് ഈ ഡയലോഗ് പറഞ്ഞു. അങ്ങനെ ഞാൻ നാടകത്തിൽ അഭിനയിച്ചു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, അവിടെ നിന്ന് ഒരു ഗ്ലാസ് കിട്ടിയിട്ട്, ഒരു ഗ്ലാസ് ആണ്, അതിൽ ജസ്റ്റ് പങ്കെടുത്താലും നമുക്ക് ഗ്ലാസ് കിട്ടി. അന്ന് ഞാൻ ആ പ്രോഗ്രാം കഴിഞ്ഞിട്ട്, അന്നൊന്നും ഇന്നത്തെ പോലെയല്ല, അന്ന് ഞാൻ അച്ഛന്റെ സൈക്കിളിൽ, അപ്പൊ അച്ഛൻ അരി മേടിച്ചിട്ടുണ്ട്, എനിക്ക് ഇപ്പോഴും ഓർമ്മയത്. അരി മേടിച്ചിട്ട് സൈക്കിൾ ഇങ്ങനെ ഫ്രണ്ടിൽ തൂക്കിയിട്ടേക്കാം, ഈ ഗ്ലാസ് ഞാൻ മേടിച്ചിട്ട് ഈ അരിയുടെ അകത്തേക്ക് ഇങ്ങനെ കുഴിച്ച്, ഇങ്ങനെ നമ്മൾ വെക്കില്ല, അരിയുടെ അകത്തേക്ക് വെച്ചു. അതൊക്കെ എന്റെ ഓർമ്മകളാണ്. എല്ലാ ടീച്ചേഴ്സിനെയൊക്കെ ഞാൻ മനസ്സിൽ ആലോചിക്കുന്നു. ഇനിയും കഥകളുണ്ട്, നമുക്ക് പിന്നെ ഒരിക്കൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോ ഫെഫ്ക വീണ്ടും വിമർശിച്ച് വിനയൻ ഫെഫ്കയെ വിമർശിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ന് വലിയ പരിപാടിയായി പോയി. വേറിട്ട വഴിയെ കുതിച്ച് കേരളത്തിലെ കാർ വിപണി. ഓണത്തിന് കാർ വിൽപ്പനയിൽ നിറയെ വൈവിധ്യം. ഓട്ടോമാറ്റിക് വസന്തം, എസ് യു വികളിലേറി എന്ന് പറഞ്ഞിട്ട് 10 ലക്ഷം കാണുന്നു. മാരുതിയുടെ പ്രീമിയം കാറുകളുടെ ശൃംഖലയിൽ നെക്സയുടെ ഏറ്റവും വലിയ വിപണിയിൽ കേരളം മാറിയിട്ടുണ്ടെന്ന് പോപ്പുലർ വെഹിക്കിൾസ് വൈസ് പ്രസിഡന്റ് സോമി കെ ചെറുവത്തൂർ പറഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നു. മാരുതി, സുസുക്കി, ഹുണ്ടായി, നിസാൻ തുടങ്ങിയ നിരവധി മുൻനിര കാർ കമ്പനികളിൽ പലതിന്റെ മൊത്തം വിൽപ്പന 25-50% ഓട്ടോമാറ്റിക് മോഡലുകളാണെന്ന് പറയുന്നു. അതേപോലെ തന്നെ EV-യിൽ നമ്പർ 1. വൈദ്യുതി വാഹനങ്ങളുടെ വിൽപ്പനയിൽ മെട്രോ നഗരങ്ങളെക്കാൾ മുകളിലാണ് കേരളം. അടിപൊളി. ഒറ്റയാൻ എന്ന് പറഞ്ഞിട്ട് മാഗ്നൈറ്റ് എന്ന ഒരൊറ്റ മോഡലുമായി വിപണിയിൽ വിസ്മയം തീർക്കുകയാണ് നിസാൻ മോട്ടോഴ്സ്. അങ്ങനെയുള്ള കാര്യങ്ങൾ. ഹൈബ്രിഡിന്റെ ഓണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ നല്ലതാണ്. ഓണവുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ നടക്കുന്നു. ചരമക്കോളം, നാട്ടുവർത്തമാനം, ലവ് ഇൻ സിംഗപ്പൂർ എന്ന് പറഞ്ഞിട്ട് അത് നല്ല ഫോട്ടോ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അതിന്റെ ഒരു ഫോട്ടോ കാര്യങ്ങൾ. വ്യവസായ നിക്ഷേപ സൗഹൃദം കേരളം നമ്പർ 1. അത് നമ്മളുടെ ഇന്നലെ വന്നിരുന്നു, അത് പറയേണ്ടതാണ്. വ്യവസായ നിക്ഷേപ സൗഹൃദ സംസ്ഥാനങ്ങളുടെ 2022 റാങ്കിങ്ങിൽ കേരളം 1ാമത്. ഡൽഹിയിൽ വ്യാഴാഴ്ച കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലാണ് പ്രഖ്യാപനം നടത്തിയത്. 4 വിഭാഗങ്ങളിലാണ് 95% മുകളിൽ മാർക്ക് നേടിയ സംസ്ഥാനങ്ങളാണ് 1ാം നിരയിൽ ഉള്ളവയായി വിലയിരുത്തപ്പെടുന്നത്. വ്യവസായ സംരംഭക പ്രക്രിയ കാര്യക്ഷമമാക്കാൻ ശ്രദ്ധേയ പരിഷ്കാരങ്ങൾ കേരളം, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങൾ നടത്തിയെന്ന് പീയൂഷ് ഗോയൽ പറഞ്ഞു. പ്രധാനമായും സംരംഭകരിൽ നിന്നുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരിഗണിച്ചാണിത്. കേരളത്തിന്റെ റാങ്കിംഗ് കുതിപ്പിലാണ്. 2020 28ാമത്തെ സ്ഥാനമായിരുന്നു. 2021 അത് 14ആയി. 2022 അത് 1ാമത്തെ സ്ഥാനത്തെത്തി. വെരി ഗുഡ്. അതൊക്കെ നമുക്കൊരു അഭിമാനമുള്ള ഒരു കാര്യമാണ്. 4 ധാരണാപത്രങ്ങൾ കയ്യൊപ്പ് വെച്ചിട്ടുണ്ട് നമ്മളുടെ ഇന്ത്യ സിംഗപ്പൂർ. പിന്നെ ഇന്ന് നമ്മളുടെ കളികളുടെ കാര്യങ്ങൾ. ബ്ലാസ്റ്റേഴ്സ് തയ്യാർ, മൈക്കിൾ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ISL പുതിയ സീസണിന് മുന്നോടിയായി നടത്തിയ മീഡിയ ഡേ പരിപാടിയിൽ ടീമുകളും പരിശീലകരും കളിക്കാർക്കൊപ്പം സെൽഫി എടുക്കുന്ന FC ഗോവ ഗോളി ലാറ ശർമ്മ. അതേപോലെ തന്നെ നമ്മളുടെ പ്രധാനമായിട്ടും വിദേശ വാർത്തകളിലേക്ക് വരുമ്പോൾ NDP പിന്തുണ പിൻവലിച്ചു. കാനഡ സർക്കാർ ന്യൂനപക്ഷം. കാനഡയിലെ ജസ്റ്റിൻ ട്രൂഡോ സർക്കാരിന് നൽകിയിരുന്ന പിന്തുണ ജസ്മിത് സിംഗിന്റെ NDP പിൻവലിച്ചു എന്ന് പറഞ്ഞ ന്യൂസ്. ജോർജിയയിൽ സ്കൂളിൽ വെടിവെപ്പ് 4 മരണത്തെ കൊന്നു. ജോർജിയയിൽ വിന്ററിലുള്ള അപ്പലാച്ചി ഹൈസ്കൂളിൽ 14 വയസ്സുള്ള വിദ്യാർത്ഥി 4 പേരെ വെടിവെച്ച് കൊന്നു. ബുധനാഴ്ച ഉണ്ടായ വെടിവെപ്പിൽ 2 വിദ്യാർത്ഥികളും 2 അധ്യാപകനുമാണ് മരിച്ചത്. പരിക്കേറ്റ 8 വിദ്യാർത്ഥികളെയും 1 അധ്യാപകനെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെടിവെപ്പുണ്ടായി നിമിഷങ്ങൾക്ക് ഉള്ളിൽ സ്കൂളിലെ റിസോഴ്സ് ഓഫീസർമാർ ആക്രമിയെ നേരിട്ടു. കീഴടങ്ങിയ വിദ്യാർത്ഥിയെ കസ്റ്റഡിയിലെടുത്തായി ജോർജിയ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടർ ക്രിസ് ഹോസി പറഞ്ഞു. പ്രായപൂർത്തിയായ ആളായി പരിഗണിച്ച കുട്ടിക്കുമേൽ കൊലക്കുറ്റം ചുമത്തി. സംഭവത്തെ തുടർന്ന് വിദ്യാർത്ഥികളെ ആദ്യം ക്ലാസുകളിലേക്കും പിന്നീട് ഫുട്ബോൾ സ്റ്റേഡിയത്തിലേക്കും അയച്ചതിനാൽ
അപകടത്തിൽ വ്യാപ്തി കുറഞ്ഞെന്ന് അധികൃതർ അറിയിച്ചു. മിഷേൽ ബാർണിയെ ഫ്രഞ്ച് പ്രധാനമന്ത്രിയായി എന്ന് പറഞ്ഞിട്ടുണ്ട്. മിഷേൽ ബാർണി. മ്യൂണിക്കിലെ ഇസ്രായേൽ കാര്യത്തിനടുത്ത് വെടിവെപ്പ് ഒരാൾ മരിച്ചു. യുക്രൈൻ യുദ്ധം ഇന്ത്യയുമായി നിരന്തരം ബന്ധമുണ്ടെന്നും പുടിൻ പറഞ്ഞിരിക്കുന്നു. വേറൊരു ന്യൂസായി പറഞ്ഞിട്ട് ഇന്നത്തെ പത്രം വായന നിർത്താം. നമ്മളുടെ സൂപ്പർ ലീഗ് കേരള സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് മാച്ച് നമ്മുടെ കൊച്ചിൻ FC മലപ്പുറം ഫുട്ബോൾ ക്ലബ്ബും കൂടി ചേർന്നിട്ടുള്ള ഒരു മത്സരമാണ്. 7:30-നാണ്. നാളെയാണ് തുടക്കം, 7 തീയതി സെപ്റ്റംബർ. സൂപ്പർ ഓപ്പണിംഗ് സെറമണി അവൈറ്റ്സ്. സ്റ്റീഫൻ ദേവസി, DJ സാവിയോ, DJ ശേഖർ, ജാക്ലിൻ ഫെർണാണ്ടസ്, ഡബ്സി വരുന്നുണ്ട്, ഫെജോ വരുന്നുണ്ട്, ശിവമണി, ഇങ്ങനെയുള്ള ഗംഭീര പരിപാടിയാണ്. ബ്രോഡ്കാസ്റ്റ് പാർട്ണർ നമ്മുടെ സ്റ്റാർ സ്പോർട്സും ഉണ്ട്, ഡിസ്നി ഹോട്ട്സ്റ്റാറിലും ഉണ്ട്. അപ്പോൾ അതിന്റെ ടിക്കറ്റ്സ് അവൈലബിൾ ആണ്. Paytm അടിപൊളി പരിപാടിയായിരിക്കും. അപ്പൊ എല്ലാവരും പോയി പങ്കെടുത്തോളൂ. അപ്പൊ ഇന്ന് അത്തം 1 കുറച്ച് വീഡിയോ വലുതായി പോയി, ക്ഷമിക്കണം, കുറെ ഓർമ്മകളും ഒക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇനി ഓണം എല്ലാവരും അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യും. ഞങ്ങളുടെ ഓഫീസിലും ഒക്കെ ഉണ്ട്. അടിപൊളിയാവട്ടെ. വേറൊന്നും പറയാനില്ല. ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഡെയിലി ടെയിൽ ടോക്സിൽ ഒരു പത്രം വായനയാണ്. വേറൊന്നും പറയാനില്ല. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് മോർണിംഗ് ആൻഡ് സൈനിങ് ഓഫ്.